ഹായ് ഹലോ കാത്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നത് നമുക്ക് ഇന്നലെ ആണെങ്കിൽ രാജുവേട്ടൻ വൈകിട്ട് വന്നപ്പം കുറച്ച് പൊറോട്ട മേടിച്ചിട്ട് വന്നേ. അപ്പം അതിനധികം വന്ന പൊറോട്ട ഉണ്ട്. നമ്മൾ ഇന്നൊരു ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചധികം ഉണ്ട്. അതിനകത്തെ കഷ്ണങ്ങളെല്ലാം പറക്കിക്കൊണ്ട് പോയി. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തു. മുട്ട പുഴുങ്ങിയത്, തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇത്രയും സാധനം എടുത്തു. അപ്പോൾ നമുക്ക് ഈ പൊറോട്ടയൊന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് കൊണ്ടുവരാം. അപ്പം നമ്മുടെ പൊറോട്ട ഇതുപോലെ ആയിട്ടുണ്ട്. ലൈറ്റ് എന്താ ഓണാകാത്ത? അപ്പം നമ്മുടെ പൊറോട്ട ഈ ഷേപ്പിലായിട്ടുണ്ട്. അപ്പം നമുക്കിത് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാം. അടുപ്പ വെച്ച് ചൂടായിട്ടുണ്ട് ചീഞ്ചിട്ട്. അപ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് എണ്ണ ചൂടായി കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ അങ്ങനെ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും തക്കാളിക്കയും ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം, വഴറ്റി എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത്തിരി അങ്ങ് വേവൊന്നും വേണ്ട, ചെറിയൊരു കളർ വ്യത്യാസം വന്നാൽ മതി. അപ്പോൾ നമ്മൾ ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ബീഫ് ഫ്രൈയും മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ബീഫ് ഫ്രൈ ഇന്നലെ മേടിച്ചതിൻ്റെ ബാക്കിയിരുന്നു ഞാൻ. അപ്പം ഇന്നലെ രാജുവേട്ടൻ ഏതോ പന്നീൻ്റെ പൈസ മേടിക്കാൻ പോകാൻ വന്നപ്പം രാജുവേട്ടൻ ഇങ്ങോട്ട് വന്നു. അപ്പം ഞങ്ങൾക്ക് പൊറോട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് അന്നേരം തന്നെ പോവുകയും ചെയ്തു. ഒരാളിന് പിടിച്ച് നടക്കാൻ പറ്റും, സ്വന്തമായിട്ട് നടക്കാൻ പറ്റില്ല, പിടിച്ച് നടക്കാം. അപ്പം കൂടെ ഒരാൾ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ അത് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ തന്നെ വരാൻ പറ്റത്തില്ല, വണ്ടി ഓടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇവിടോട്ട് വന്നിട്ട് ഒത്തിരി ദിവസമായില്ലേ. അപ്പം ഇതിനു വേണ്ടി ഇന്നലെ ഒന്ന് വന്നിട്ട് പോയെ. അടുത്ത ആഴ്ച ഇനി വരും ആയിരിക്കും. കാലിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അടുത്ത ആഴ്ച ഇനി വരും. ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കുവാണേ. ഒത്തിരി ഉപ്പ് വേണ്ട, പൊറോട്ടയ്ക്കകത്ത് ഉപ്പ് കാണും, ആ ബീഫ് ഫ്രൈക്കകത്ത് ഉപ്പുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പൊറോട്ട ഇട്ട് കൊടുക്കാം. കൈപൊള്ളി. അപ്പം നമുക്കിത് നല്ലപോലെ ഇളക്കാം. തീ കുറച്ചിടാവേ. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഉണ്ടാക്കി ഞാനിങ്ങനെ ഒന്ന് ഇട്ടായിരുന്നു. അപ്പം ഫേസ്ബുക്കിലിട്ടത് നല്ലപോലെ ഒന്ന് ഫേസ്ബുക്ക് പേജിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് പേജിൽ ഒന്നും വിടാറില്ല. അങ്ങനെ അന്ന് അത്യാവശ്യം ഫേസ്ബുക്ക് പേജിലൊക്കെ കയറിപ്പോയായിരുന്നു. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ചെറിയ തീയിൽ ആവിയിൽ വേവിച്ചെടുക്കാം. നല്ലൊരു കളർഫുള്ളായിട്ടുണ്ട്. പല പല കളറുകൾ മിക്സ് ആയതാണ് ഈ ഉപ്പുമാവ്. നല്ലൊരു ഉപ്പുമാവാണ്. നമുക്ക് പൊറോട്ടയൊക്കെ അധികം വരുന്നത് ഇങ്ങനെ എടുത്ത് കളയാതെ
ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തേക്ക്. അതുപോലെ ചപ്പാത്തി ഇതുപോലെ പൊടിച്ചൊന്ന് ഉണ്ടാക്കി നോക്ക്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉപ്പുമാവ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഉപ്മാവാണ്. ആക്കുന്നുണ്ട്, നല്ല ആവി ഇറക്കുന്നുണ്ട്.